ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസിലേക്ക് പോകാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുരീയം എന്ന് പറയുന്ന ഈ ഒരു എം ദേവരാജൻ സാറിൻ്റെ ഒരു പുസ്തകമാണ്. ഇത് മെഡിറ്റേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലുള്ള എല്ലാവർക്കും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. വളരെ ചെറിയൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. നിങ്ങളുടെ സ്പിരിച്വലി നിങ്ങൾക്കുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഒരു അത് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിച്ചാൽ മാറും. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇതിൽ കാണുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം ആൾക്കാർ അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞു. ക്ഷമിക്കണം, അത് പബ്ലിഷറുടെ നമ്പറായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സാറിൻ്റെ നമ്പറല്ല കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഇനി പബ്ലിഷറുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ട. കാരണം ചിലപ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവർ ഇതിന് അത്രയധികം ഒരു ഇത് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് സാറിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സാറിൻ്റെ നമ്പർ. ഇതിൽ കാണിക്കാം. 9856104555 ആണ്. 989561050455 ആണ്. ഇതാണ് നമ്പർ. നിങ്ങളിതൊന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ഈ നമ്പരൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ബുക്ക് വാങ്ങിക്കാൻ. കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ നമ്പർ റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതുകൊണ്ട് ഇന്നാണത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് വേറൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു നമ്പറാണ് സാറിൻ്റെ നമ്പർ. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ദയവായി നിങ്ങളത് ഈ നമ്പറിൽ, ദേവരാജ സാറിൻ്റെ നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത് വായിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതാണ്. പിന്നെ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ദ ലിസാർഡ് ആൻഡ് പിക്ചർ പ്ലാന്റ് ആണ്. സ്റ്റാഗ്നേഷനാണ്. അപ്പോൾ അത് ഞാൻ പറയാം പിന്നീട്. ദ ഹോണ്ട് ആൻഡ് പിയർ ആണ്. ലോയൽറ്റി. ദ ബീവർ ആൻഡ് ബെർച്ച് ആണ്. ഹോം. ഇന്ന് ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ നോക്കിയിട്ട് ബാക്കി നമുക്ക് ഈ ടാരോ കൂടി നോക്കിയിട്ട് അതിനെപ്പറ്റി പറയാം. കാരണം അത് ഞാൻ ടാരോ നോക്കിയിട്ട് പറയാം. അപ്പം ആദ്യം തന്നെ ഒരു ഇത് പറയണ്ടല്ലോ. ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു എനർജി ബാലൻസിങ്ങിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അത് ബാലൻസ് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവും ചിലപ്പോൾ അസുഖങ്ങളും ചിലപ്പോൾ ശാരീരികമായ ഒരു ക്ഷീണവും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡിപ്രഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളുടെ റീഡിങ് കാണുന്ന ഏകദേശം എല്ലാ ആൾക്കാരും വളരെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്. സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യണത്. നമ്മളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ അത് ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ തരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് അവസാനത്തെ ജന്മങ്ങളായിരിക്കാനാണ് സാധ്യത. ഈ അവസാനത്തെ ജന്മങ്ങളാവുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലെൻസിങ് വേണ്ടി വരും. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മയും
ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സാൽവേഷനിലേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം വിക്ടറി ആൻഡ് സക്സസ് ആണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും തമ്മിലുള്ള, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഹൃദയവും തമ്മിലുള്ള ഒരു മത്സരം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനെ രണ്ടിനെയും ഒരുപോലെ മെരുക്കി കൊണ്ടുപോകാൻ പറ്റണം. ഇന്നത്തെ ഒരു എനർജി അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവും ബുദ്ധിയും തമ്മിൽ ഉള്ള അതിൽ ആ ഒരു ഹൃദയവും ബുദ്ധിയും തമ്മിൽ നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് സിറ്റുവേഷനിൽ ഒരു പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. വിക്ടറി ആൻഡ് സക്സസ് ആണ് എന്ന് കാണുന്നത്. 2 of Swordsന്റെ എനർജിയാണ്. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ അത്രയും മുന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമായിരുന്നു എങ്കിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു എനർജിയും ഇതിനകത്തുണ്ട്. കൺഫ്യൂഷനൊക്കെ മാറുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. 3 of Wandsന്റെ എനർജിയാണ്. കുറച്ചുകൂടി നിങ്ങൾക്കൊരു ചില കാര്യങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. ചില ആൾക്കാർ ഇതിനകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കൃത്യമായൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ പോകുന്ന വഴി അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടുന്ന വഴി, ആ ഒരു വഴി ക്ലിയർ ആണിപ്പോൾ. അത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റി എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. ഈ തടസ്സങ്ങൾ എങ്ങനെയാണ് ഈ തടസ്സങ്ങൾ മാറ്റേണ്ടതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ ഒക്കെയാണ് കൂടുതൽ ആളുകളും പ്രാർത്ഥനയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സ്പിരിച്വാലിറ്റിയും ദൈവവിശ്വാസവും ഒന്നാണോ എന്ന്. ഒരിക്കലും അല്ല. ദൈവവിശ്വാസവും സ്പിരിച്വാലിറ്റിയും രണ്ടും രണ്ടാണ്. നമ്മൾ ദൈവവിശ്വാസികളാകുന്നത് കൂടുതൽ ആൾക്കാർക്കും, എല്ലാവരും എന്ന് പറയുന്നില്ല, കൂടുതൽ ആൾക്കാരും നമ്മളുടെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഫാമിലി ലൈഫിനോ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ എല്ലാവരും പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥനയിലേക്കും ദൈവവിശ്വാസത്തിലേക്കും വരുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം ഇഷ്യൂ വരുമ്പോഴാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ, നമ്മൾ സ്പിരിച്വൽ ആകുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തി വിശ്വാസത്തിൽ നിന്നും അപ്പുറമായിട്ട് നമ്മുടെ സോളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളുടെ ഏറ്റവും ആവശ്യം നമ്മളുടെ കർമ്മയെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളുടെ സാൽവേഷൻ, മുക്തി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ആ മുക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സ്പിരിച്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ദൈവവിശ്വാസം ഉള്ള എല്ലാ ആൾക്കാരും സ്പിരിച്വൽ അല്ല.
ദൈവവിശ്വാസികൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് കഠിനമായ വിശ്വാസങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് നടന്നു കിട്ടാനുള്ള കാര്യങ്ങളിലുപരി നമ്മളുടെ സോളിനെ കുറിച്ച്, നമ്മളുടെ ആത്മാവിനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒബ്സ്റ്റക്കിൾസും സ്ട്രഗിൾസും ഈ ഒരു ലൈഫിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനും തുടങ്ങും. അപ്പോൾ ആ മനസ്സിലാക്കൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മളുടെ കർമ്മയിലായിരിക്കും. നമ്മൾ മനസ്സിലാക്കും നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കർമ്മ സിദ്ധാന്തത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മൾ സ്പിരിച്വൽ ആകുന്ന സമയത്താണ്. അപ്പോൾ അത് സ്പിരിച്വൽ ആകുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ അത് ഈ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള കുറേ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കില്ല. ഇതിൽ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം വേണം. പക്ഷേ അതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മുക്തിയിലേക്കായിരിക്കും. ഇതാണ് സ്പിരിച്വാലിറ്റിയും ദൈവവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. പലരും ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലക്ഷ്യം, കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഈ ഒരു കാര്യം പറയാം. ലിസേർഡ് ആൻഡ് പിച്ചർ പ്ലാന്റ് ആണ്, സ്റ്റാഗ്നേഷനാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചതി നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഞാനത് ഫസ്റ്റിൽ ആ ഒരു കാർഡ് കിട്ടിയപ്പോൾ ആദ്യത്തെ മെസ്സേജ് അത് തരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഏത് തരത്തിലൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് പൈസയുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ, അത് നമുക്ക് റീഡിങ്ങിൽ ബാക്കി നമുക്ക് നോക്കാം. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു ചതി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അത് നമുക്കറിയാലോ, ഈ ലിസാർഡ് അതിൻ്റെ വാല് മുറിച്ചിട്ടിട്ടാണ് അപകടങ്ങൾ തരണം ചെയ്യണത്, രക്ഷപ്പെടുന്നത്. അപ്പോൾ അതുപോലൊരു രക്ഷപ്പെടൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ചില ആൾക്കാർ ചില കേസിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ നിന്നും ചിലപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പിന്നെ മാത്രമല്ല, എന്ത് കാര്യത്തിലും എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഓരോ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം അങ്ങനെ കാര്യം ചെയ്യാൻ പോകാതിരിക്കുക. പലരും നമ്മളുടെ മുന്നിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം ഒന്ന് മിണ്ടാതിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ലോയൽറ്റിയാണ്, ദ ഹോൾഡ് ആൻഡ് പിയർ ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക, മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളുടെ സോളിൻ്റെ നമ്മുടെ സോളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദയ, സ്നേഹം, സത്യസന്ധത, അങ്ങനെയുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സോളിനുള്ളത്. നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സങ്കടം, ദേഷ്യം, വൈരാഗ്യം, നിരാശ, ഇങ്ങനെയുള്ള സോളിൻ്റേതല്ലാത്ത ക്വാളിറ്റിയിലാണ് എപ്പോഴും, ആ സോളിൻ്റെ അല്ലാത്ത ഗുണങ്ങളിലാണ് നമ്മളെപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പം നമ്മളെപ്പോഴും ഇന്നത്തെ ദിവസം സോളിൻ്റെ ഗുണങ്ങളിലിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ദ ബീവർ ആൻഡ് ബിർച്ച് വന്നിട്ടുണ്ട്, ഹോമാണ്. ഇന്ന് നിങ്ങളൊരു വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒരു വീടിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വീട് കാണാൻ പോകുന്നുണ്ടായിരിക്കാം, പുതിയൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നുണ്ടായിരിക്കാം, അതിന് അഡ്വാൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ വരയ്ക്കുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് വീടിൻ്റെ. പിന്നെ വീട്ടിലിരിക്കാൻ തോന്നുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങൾ കുറച്ച് വീട്ടിലിരുന്ന് ഹോംലി ഫുഡൊക്കെ കഴിച്ച് വീട്ടുകാരോടൊപ്പം, നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീടിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു വീടില്ലാത്ത ആൾക്കാരോ, പുതിയൊരു വീട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറിപ്പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോ,
അവർ കൂടുതലായിട്ടൊരു ഡീപ്പായിട്ട് വീടിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. പിന്നെ ഡെത്താണ് ഇതിനകത്ത്. ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ എൻ്റെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെന്തെങ്കിലും ഹാബിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ എൻ്റെ ആക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ജോലി പൂർണ്ണമായും എൻ്റെ ആക്കി നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആക്കി പുതിയതായിട്ട് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. ഇന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ യാത്രയിലും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. യാത്ര പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും നമ്മളുടെ ലോകം അങ്ങനെയാണ്. നമ്മളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലായിടത്തും നന്മയുണ്ട്. അതുപോലെ നന്മയുള്ള എല്ലായിടത്തും തിന്മയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നന്മയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ കുറച്ചൊന്ന് അവെയറായിരിക്കുന്നതും നല്ലതാണ്. ഇന്നത്തെ ദിവസം 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു യൂണിയനാണ്. പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരിക്കാം. അവരുമായിട്ട് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജീവിച്ച ആ സ്ഥലത്തേക്ക്, നിങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോയി നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു ദിവസമായിരിക്കാം കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിങ്ങൾ സ്വപ്നം കാണുമോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ തോട്ട്സ് പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നാണ് കാണുന്നത്. ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഒരു പ്രണയം, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നും. നിങ്ങൾക്ക് മറ്റുള്ളവരെ, നിങ്ങളുടെ കൂടെയുള്ള കുറേ ആൾക്കാരെ സ്നേഹിക്കാൻ തോന്നും. എല്ലാവരോടും ഒരു മനസ്സിലാക്കിയുള്ള സ്നേഹം. മറ്റുള്ളവരെങ്ങനെയാണ് അവർ ചിലപ്പോൾ നിങ്ങളോട് അത്ര ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരോ ലോയലായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പോലും അവരോട് അവരുടെ എല്ലാ നെഗറ്റീവ്സും നിങ്ങൾ പുറത്ത് കൊടുത്തൊന്ന് സ്നേഹം തോന്നുന്ന ഒരു ദിവസമാണ്. പിന്നെ ഈ 6 ഓഫ് കപ്പും ലവേഴ്സും കൂടി വന്നപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എൻ്റെ ആയി എന്ന് വിചാരിച്ചിരുന്ന, ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിരുന്ന ഏതോ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള, നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്ന, വളരെ വിശ്വസിച്ചിരുന്ന, സന്തോഷിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഒരു എനർജിയും കൂടിയുണ്ട്. ഒരു യൂണിയനും കാണുന്നുണ്ട് ഇതിനകത്ത്. 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. ഈ സ്റ്റാഗ്നേഷൻ്റെ താഴെയാണ് ഈ 8 ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത്. അതൊരു എൻട്രാപ്മെൻ്റ് ആണ്, നമ്മളെ കൊടുക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള ആരെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ട്രാപ്പിൽ പെട്ടു പോണ പോലത്തെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ എനർജി ലെവലുമായിട്ട് ശരിയാകുന്ന ആൾക്കാരോടാണോ നമ്മളുടെ സൗഹൃദം. അപ്പം സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാടി എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കിട്ടുന്ന ചില സൗഹൃദങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അതൊന്ന് ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. വളരെ ആവേശകരമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ ആ പാസ്റ്റിലുള്ള ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളിനെ കാണാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഒരു ട്രാവൽ കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ട്രാവൽ ചെയ്ത് പോയി അവരെ കാണുന്ന, നിങ്ങൾ അങ്ങോട്ട് പോയി അവരെ കാണുകയോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ട്രാവൽ ചെയ്ത് വന്ന് കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അതിലും ട്രാവലാണ് കാണുന്നത്. ഇതിലും ഒരു ട്രാവലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുമായിട്ടൊരു ട്രാവലായിരിക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന
നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള കമ്പനി ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ടൊരു ട്രാവൽ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എവിടെയെങ്കിലും ഒരു ട്രാവൽ പോകുന്ന ഒരു എനർജി ആയിരിക്കും. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെ നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്, ട്രാവൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പൊതുവേ നല്ലതാണ്, വിജയമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോബ് ഓഫർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ഇതുവരെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.